ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 18-ാം അധ്യായം 4-ാമത് വാക്യം. കോപത്തിൽ തന്നെത്താൻ കടിച്ചു കീറുന്നവനെ, നിന്റെ നിമിത്തം ഭൂമി നിർജ്ജനമായി തീരുമോ? പാറ അതിൻ്റെ സ്ഥലം വിട്ട് മാറണമോ എന്ന വാക്യമാണ്. ഈ വാക്യത്തിനുള്ളിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു വാക്ക്, കോപത്തിൽ തന്നെത്താൻ കടിച്ചു കീറിപ്പോകുന്ന മനുഷ്യൻ, സ്വയം നാശത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ. കോപം പലപ്പോഴും അത് നാശത്തിലേക്കും പരാജയത്തിലേക്കും നമ്മെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഈശ്ബോശേത്ത് എന്ന് പറയുന്ന മനുഷ്യൻ അബ്നേർ ചെയ്തതായ ഒരു പ്രവൃത്തി കണ്ടിട്ട്, നീ ആ ചെയ്തത് തിന്മയായിപ്പോയി, തെറ്റായിപ്പോയി എന്ന് പറയുക നിമിത്തം അബ്നേറിന് ഈശ്ബോശേത്തിനോട് കോപം ചലിക്കുകയും പക വീട്ടുവാൻ ആഗ്രഹിക്കുകയും ആ തലത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അവിടെ നിന്ന് അബ്നേറിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി രാജാവ് വളരെ പരിശ്രമിച്ചു. എന്നാൽ രക്തപ്രതികാരത്തിനായി അസക്കിയേൽ അബ്നേറിന്റെ പിന്നാലെ നടക്കുവാനിടയായി തീർന്നു. ആ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് രാജാവ് അബ്നേറിനെ ഹെബ്രോനിലേക്ക് കൊണ്ടുപോവുകയും അവിടെ തന്നെ സുരക്ഷിതനായി ആക്കി വയ്ക്കുകയും ചെയ്തു. എന്നാൽ രക്തപ്രതികാരം ഉള്ളിലിരിക്കുന്നത് കൊണ്ട് അസാഖേൽ ഹെബ്രോനിലേക്ക് വന്ന് അബ്നേറിനെ സ്വകാര്യം പറയുവാൻ വേണ്ടി വിളിച്ച് പട്ടണത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരികയും താൻ കരുതി വച്ചിരുന്ന കത്തി കൊണ്ട് തന്നെ കുത്തിക്കൊല്ലുകയും ചെയ്തു എന്നതാണ്. രക്ഷപ്പെടുവാൻ വേണ്ടി ഹെബ്രോനിൽ അബ്നേർ എത്തിയെങ്കിലും താനായിക്കൊണ്ട് തന്നെ നാശത്തിലേക്ക് നടന്നു നീങ്ങി എന്നതാണ് അവിടെ കാണുന്നത്. ആ സങ്കടത്തിൻ്റെ വിലാപഗീതമാണ് ചെല്ലുന്നത്. അബ്നേറേ, നീ ഒരു നീചനെ പോലെ മരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഈ ദൈവത്തിൻ്റെ വചനം നമ്മെ എന്താണ് ഓർപ്പിക്കുന്നത്? ഒരു കോപം, ഒരു ദേഷ്യം, അത് നാശത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുമെന്ന് നാം മനസ്സിലാക്കണം. സ്വയം രക്ഷപ്പെടുവാനുള്ള സാധ്യതകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ തുറന്നു വച്ചിരിക്കെ ആ തലത്തിൽ രക്ഷപ്പെടാതെ നീ നാശത്തിലേക്ക് പോകരുത്
അത് നീ നിന്നെ തന്നെ സൂക്ഷിക്കണമെന്നും ഈ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ആകയാൽ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കുന്നവരും കോപം നിമിത്തം നാശത്തിലേക്ക് പോകുന്നവരുമായി തീരാതിരിപ്പാൻ ഉത്സാഹിക്കാം. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ സ്വയം നാശത്തിലേക്ക് പോകുന്നവരായി തീരാതെ ഞങ്ങൾ ജീവനിലേക്ക് പോകുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കോപം ദോഷത്തിലെത്തിക്കുമെന്ന് മനസ്സിലാക്കി കോപം വിട്ട് ജീവിപ്പാൻ സഹായിക്കും. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.